ഗൗതം, ഞാൻ എന്താ വേണ്ടത്? ഗൗതമിന്റെ നീക്കങ്ങൾ നമ്മൾ അറിയാതെ സഞ്ജു വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പലവട്ടം ഞാനിത് മുന്നറിയിപ്പ് തന്നതാ. ഗൗതം കാണിക്കുന്ന അനാവശ്യ തിടുക്കോ സംശയത്തിനിട നൽകിയത്. സഞ്ജു ശക്തമായ ഭാഷയിലാണ് എന്നോട് സംസാരിച്ചത്. പിരിച്ചു വിടുമെന്ന് അവര് പറഞ്ഞു. വേണ്ട ഗൗതം, ഇങ്ങോട്ട് വരരുതിപ്പോ. ഇവിടെ ആരും ഉറങ്ങിയിട്ടില്ല. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്ത് ഓൺ ദ വേ ആണെന്നോ? അയ്യോ ഗൗതം, ബാൽക്കണിയിലെ ഡോർ ഓപ്പണാ. ഗൗതം വീട്ടിലേക്ക് കടക്കുന്നതിന് മുൻപ് ഉറപ്പായും എന്നെ വിളിച്ച് അറിയിക്കണം. ഞാനിത് പറയാൻ കാരണമുണ്ട്. ഇവിടെ നല്ല മഴ പെയ്യാ. എല്ലാം കൊണ്ടും സിറ്റുവേഷൻ ഒട്ടും അനുകൂലമല്ല. ഗൗതം പ്ലീസ്. ഞാൻ പറഞ്ഞില്ലേ, മഴയത്തെ യാത്ര റിസ്കാ. വേണ്ടെന്ന് വയ്ക്ക്. ഈശ്വര, അയാള് കവിതേച്ചി കാണാൻ ഇങ്ങോട്ട് വരികയാണ്. അതും ബാൽക്കണി വഴി. അയാള് വരുന്നത് വരെ കവിതേച്ചി ഇവിടെ തന്നെ നിൽക്കും. അപ്പച്ചി എന്താ ഇവിടെ നിൽക്കുന്നത്? അതെ, ഞാനൊരു ഫ്രണ്ടിനോട് സംസാരിച്ചു നിന്നതാ. അവര് മൂന്നാറിന് പോകുന്നു. മഴയുടെ കാര്യം പറയായിരുന്നു. ദൈവമേ, അദ്ദേഹം വന്നു. സഞ്ജു കിടന്നില്ലേ? ഞാൻ ഈ ബാൽക്കണിയുടെ ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വന്നതാ. മുമ്പ് ഇവിടെ ഒരു കില്ലർ വന്നതിന് ശേഷം ഞാൻ കാര്യം ശ്രദ്ധിക്കാറുണ്ട്. കണ്ടോ, ഈ ഡോർ ലോക്ക് ചെയ്യാൻ ആരും വന്നിട്ടില്ല. താഴെ നിൽക്കുന്ന ഒരാൾക്ക് എളുപ്പത്തിൽ മുകളിലെത്താൻ കഴിയുന്നത് ഈ ബാൽക്കണി വഴിയാണ്. ഇതൊക്കെ ഇവിടെ ആരോട് പറയാൻ? അപ്പച്ചി റൂമിലേക്ക് വെക്കോ, നല്ല മഴ ഇടിയുണ്ട്. ഞാൻ പോവാ. സഞ്ജു ഇവിടെ നിൽക്കണ്ട കേട്ടോ. ശരി. സച്ചി ഉറങ്ങിയൊന്ന് നോക്കട്ടെ. എന്റെ ദേവി, ഇനി ഞാൻ എന്ത് ചെയ്യും? ഡോറും അകത്തുനിന്ന് ലോക്ക് ചെയ്തല്ലോ. നേരം എടുത്ത് ഞാനിങ്ങനെ അകത്ത് കിടക്കും. എന്നെ കാണാതെ എല്ലാരും അന്വേഷിക്കും. വല്യമ്മ കൂടി ഇവിടെ ഉള്ളതാ കൂടുതൽ അപകടമാവാൻ പോകുന്നത്. അയ്യോ, കവിതേച്ചിയുടെ ഭർത്താവ് ഇവിടെ വരും. ഞാൻ എന്ത് ചെയ്യും ദൈവമേ? ഇങ്ങോട്ട് വരാതെ മുറിയിലേക്ക് പോയോ മതിയായിരുന്നു. വല്യമ്മ ചോദിച്ച എന്തെങ്കിലും പറയായിരുന്നു. വല്യമ്മ വിശ്വസിപ്പിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. അതിനേക്കാൾ വലിയ ആപത്തിലായല്ലോ ദേവി. എന്തൊരു കഷ്ടമാ. ഗൗതമിന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. ഇങ്ങോട്ട് വന്ന ലാഭത്താണെന്ന് എങ്ങനെ പറയും? സഞ്ജു സച്ചിയുടെ റൂമിലേക്കാ പോയത്. അവൻ എപ്പോ പുറത്തിറങ്ങുമെന്ന് അറിയില്ല. ടെറസിലെ ഡോർ തുറന്നിടാനും പറ്റില്ല. ഒരു ക്ഷമയില്ലാത്ത മനുഷ്യനാ ഗൗതം. മിണ്ടിപ്പോരുത്, അനങ്ങരുത്. നീ മിണ്ടിപ്പോയ കൊന്നുകളയും ഞാൻ. നിങ്ങൾ ഗൗതമല്ലേ? അതേടി, എനിക്കറിയാം നിങ്ങൾ കവിത ചേച്ചിനെ കാണാനാ വന്നതെന്ന്. നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ എല്ലാരെയും വിളിച്ചു കൂട്ടും. നീ അമ്മു അല്ലേ? അതെ, അമ്മു തന്നെയാ. എന്തിനടി ഈ നട്ടപ്പതിരിക്ക് മഴയത്ത് നീ ഇവിടെ നിൽക്കുന്നേ? നീ എന്താ ഇവിടെ? ചാകാൻ വന്നതാ. നീ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നേ? പറയടി. ഡോർ അകത്തുനിന്ന് ലോക്കായിരുന്നല്ലോ. കവിതേ, നീ പൊയ്ക്കോ.
സമയം അടുത്തപ്പോഴേ ഇവളെന്റെ കൈ വന്ന് വീണത്. ഇവിടെ കാര്യം ഞാനേറ്റു. പൊയ്ക്കോ, ഇവളെ കൊണ്ടുള്ള ശല്യം ഇന്ന് തീരും. ഗൗതം, വേണ്ട, മുറിവേൽപ്പിക്കണ്ട. ടെറസിലേക്ക് കൊണ്ടുപോയി താഴെ ഇട്ടാ മതി. ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കണം. നീ ഇവിടുന്ന് വേഗം പോവാൻ നോക്ക്. ഡോർ അടയ്ക്കരുത്, ചാരിയാ മതി. പൊയ്ക്കോ. മാസ്ക് ഇട്ടോ. പോ. നടക്കടി, നടക്കടി അങ്ങോട്ട്. നീ എന്താടി എന്നോട് പറഞ്ഞേ? നീ ദുർഗയാണെന്നോ? നീ ദുർഗയാണെങ്കിലേ ഞാൻ കാലനാ. അന്നേ ഞാൻ കുറിച്ചതടി. നിന്റെ മരണം എന്റെ കൈ കൊണ്ടാ. അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. ഒരെണ്ണം മരിക്കാൻ തന്നെ ഉറപ്പിച്ചോ നീ? വായോട്. രാത്രി കിടക്കുന്നവർക്ക് ബാൽക്കണി മാത്രമേ കിട്ടിയുള്ളൂ. കുറച്ചു മുമ്പ് നീ എങ്ങോട്ട് പോയെന്നറിയാൻ ഞാൻ ഇറങ്ങി വന്നതാ. നിന്നെ നിന്റെ റൂമിൽ കിടന്ന് ഉറങ്ങാൻ ആ സ്ത്രീ അനുവദിക്കില്ല എന്ന് എനിക്കറിയാം. നേരത്തെ കവിത അപ്പച്ചെ കണ്ട് ഞാൻ വന്നപ്പോ നിന്നെ ആ ബാൽക്കണിയിൽ ഞാൻ കണ്ടതാ. നീ എന്താ കരുത്? നിന്നെ ഞാൻ ശ്രദ്ധിക്കാതെ ഡോറടച്ചെന്നോ? അപ്പച്ചി അവിടുന്ന് പോകാനാ ഞാൻ അങ്ങനെ ചെയ്തത്. നീ ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടി ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഓടിയെത്തില്ലായിരുന്നെങ്കിൽ അയാൾ നിന്നെ കൊന്നുകളഞ്ഞനെ. ഇടോ, ഇത് ഈ വീട്ടിൽ രണ്ടാമത്തെ അറ്റാക്ക. എന്നെ ലക്ഷ്യം വെച്ചാ വന്നെന്ന് എനിക്കറിയാം. കത്തിക്ക് തലവെച്ചു കൊടുക്കാൻ നീയും. അത് ആരാന്ന് മനസ്സിലായോ? ഇതില് മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? എന്റെ മരണം ആഗ്രഹിക്കുന്ന ആരോ ഒരാൾ അയച്ച വാടക കൊലയാളി. ഈ വിവരം നാളെ ഇവിടെ ആരോടെങ്കിലും പറയാൻ പറ്റുമോ? അതിലും നീ വന്ന് പെട്ടുപോയില്ലേ? നീ എന്തിനാ അവിടെ ചെന്ന് കിടന്ന് മഴ നനഞ്ഞെന്നാവും എല്ലാരും ചോദിക്ക. നിന്ന് വിറയ്ക്കുക. ഡ്രസ് മാറി വാതിലടച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇനി നീ ഈ റൂം വിട്ട് ഇറങ്ങിയ എന്റെ സ്വഭാവം മാറും. പറഞ്ഞു കേട്ടോ. പിന്നെ ആര് വന്ന് വിളിച്ചാലും വാതിൽ തുറക്കരുത്. ഇല്ല. എല്ലാരും വിശ്വസിച്ച് സ്നേഹിക്കുക അദ്ദേഹം. ഈ വീട്ടിൽ നടക്കുന്നതൊന്നും അദ്ദേഹം അറിയുന്നില്ല. അദ്ദേഹത്തിന്റെ മരണം കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ശത്രു കവിതപ്പിച്ചെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. അദ്ദേഹത്തിനോടത് പറയാനുള്ള എന്തർഹതയാണ് എനിക്കുള്ളത്? എല്ലാം കവിതച്ച് നിഷേധിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും അത് മാത്രമേ വിശ്വസിക്കൂ. പഴി കേൾക്കേണ്ടി വരുന്നത് ഞാനാവും. എന്റെ മുന്നിൽ കവിതച്ച് തല ഉയർത്തി നടക്കുന്നത് ആ ധൈര്യത്തില. അയ്യോ, അദ്ദേഹത്തെ സഹായിക്കാൻ ഒന്നിനും എനിക്ക് കഴിയുന്നില്ലല്ലോ ദേവി. ചിലയിടത്തുകാരൊക്കെ മടങ്ങിപ്പോകാനുള്ള തയ്യാറെടുപ്പില്ല. നന്ദോട്ടം പറഞ്ഞു. ഗ്രഹണം കഴിഞ്ഞു കിട്ടിയ പോലെ ഉണ്ട് സച്ചി.
ആരും എഴുന്നേറ്റ് വന്നില്ലേ ലച്ചു? അച്ഛനും അമ്മയും മുറിവിട്ട് വരാൻ വൈകും. അല്ല, സഞ്ജു എഴുന്നേറ്റ് വന്നില്ലേ മോളെ? ഇന്നലെ ഒരുപാട് ലേറ്റായിട്ടാ ഉറങ്ങിയത്. അച്ഛനോടരുമ്പോ ഞങ്ങള് പോയ വിവരം പറഞ്ഞേക്ക്. വല്യമ്മ ഇന്നലെ തന്നെ പോകുന്ന കാര്യം പറഞ്ഞതല്ലേ? അല്ല, ഓണമല്ലേ വരാൻ പോകുന്നേ. നിങ്ങളെല്ലാവരും കൂടെ ഒരു ദിവസം അങ്ങോട്ട് വരണം. മോൻ വിചാരിച്ചാലേ നടക്കൂ. സഞ്ജു അതിനൊന്നും നിന്ന് തരത്തില്ല. ആ നോക്കാം. ശ്രീദേവിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, നമ്മൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ട് ആദ്യത്തെ ഓണമല്ലേ? നന്ദുട്ടി ഇങ്ങ് വന്നേ. അതെ, അച്ഛൻ എഴുന്നേറ്റ് വരും മുമ്പ് നിങ്ങൾ പോകാൻ ഇറങ്ങിയാലേ നന്ദുട്ടിന് ഓണക്കോടി വാങ്ങിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചതാ. കോളടിച്ചല്ലോടാ. എന്നാ എല്ലാവരോടുമായിട്ട് യാത്ര പറയാ. ശരി വല്യമ്മേ. സമയവും സാഹചര്യം ഒക്കെ ഒത്തു വന്നാ അങ്ങോട്ട് വരാം. അമ്മോ, അവരിറങ്ങിയില്ലേ? രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങാൻ പറ. ശ്രീദേവി കാത്തു നിൽക്കുന്നു. അച്ഛൻ എഴുന്നേറ്റല്ലോ. വാ മോനെ. ഇന്നലെ തന്നെ പോകാന്ന് കരുതി ഇറങ്ങിയതാ. നിങ്ങൾ ആദ്യമായിട്ട് വരുന്നതല്ലേ, ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് പോകുന്നതാ നല്ലത്. എന്തായാലും അമ്മുന്റെ ബന്ധുക്കളെ കാണാൻ കഴിഞ്ഞതില് വളരെ സന്തോഷമുണ്ട്. പറഞ്ഞു കേട്ട അറിവല്ലേ ഉള്ളൂ. ശ്രീദേവിയുടെ കൂടെ ഒരു ദിവസം ഞങ്ങളുടെ വീട് കാണാൻ വരണം. സഞ്ജുവിന്റെ ലച്ചുവിന്റെ കൂടെ വന്നാ മതി. അതും വേണ്ടതല്ലേ? ക്ഷേത്രത്തിൽ വരുമ്പോ അങ്ങോട്ട് കയറാം. അങ്ങനെ വന്നാ പോരാ, വീട് കാണാൻ തന്നെ വരണം. ഓ, പോട്ടെ കാവേരി. ഓണാ വരാൻ പോകുന്നത്. ഓണത്തിന് എല്ലാവരും വന്ന സന്തോഷം. ഞങ്ങൾ അങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാം. ഇറങ്ങാമേ. അപ്പൊ ശരി ശരി. ബൈ ബൈ. എന്റെ അമ്മു, നമ്മളൊരു അഗ്നിപരീക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ടെൻഷൻ അനുഭവിച്ചിട്ടില്ല. നിന്റെ വല്യമ്മ എങ്ങോട്ട് തിരിഞ്ഞാലും പിന്നാലെ ഓട്ടമായിരുന്നു. എത്ര തവണയാണെന്നോ സത്യം പറയാൻ പോയത്. ഇനി ഞാൻ പോയെന്ന് സമാധാനമായിട്ട് ഉറങ്ങട്ടെ. എടാ, നീ സഞ്ജുവിനെ വിളിച്ച് ഗ്രഹണം കഴിഞ്ഞെന്ന് പറ. ശരിക്കും എന്തിനാ അമ്മ ഒരു വന്നത്? അവര് കാശൊന്നും ചോദിച്ചതായിട്ട് അറിയില്ല. മുത്തശ്ശൻ നന്ദുട്ടിന്റെ കയ്യിൽ കുറച്ച് രൂപ വെച്ച് കൊടുക്കുന്നത് കണ്ടു. അമ്മൂനെ കാണാൻ തന്നെയാണോ അവര് വന്നത്? ഞാനിപ്പോ മരിച്ച് ജീവിക്കാൻ രാജുവേട്ടാ. സച്ചി വരുമോ മോളെ? സച്ചേട്ടൻ വരുന്ന പ്രതീക്ഷയില്ല. അവന്തികേട്ടത്ത് ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞത്. മംഗലശ്ശേരിയിലെ മുത്തശ്ശനാ അച്ഛാ. ഹലോ, ഞാൻ സേതു അച്ഛാ. സേതു ഒന്ന് ഡിസ്ചാർജ് ആകുമെന്ന് ഇന്നലെ രാത്രി സച്ചി പറഞ്ഞിരുന്നു. അങ്ങനെ വിളിച്ചത്. ഇന്ന് ഡിസ്ചാർജ് ആവുമോ അച്ഛാ? അവനവിടെ ഉണ്ടോ? എന്നെ വീട്ടിലെത്തിക്കാൻ വരുമെന്ന് ഉറപ്പ് പറഞ്ഞിരുന്നു. സച്ചി ഇവിടുന്ന് പോന്നിട്ടുണ്ട്. അങ്ങോട്ട് തന്നെയാവുന്നിരിക്കുന്നത്. ആ, എങ്ങനുണ്ട് ഇപ്പോ? സുഖമായില്ലേ മോന്? നല്ല സുഖമുണ്ട് അച്ഛാ. മനസ്സുഖത്തേക്കാൾ വലിയ ഔഷധം വേറെന്താ ഉള്ളത്? എല്ലാത്തിനും നന്ദി പറയേണ്ടത് മംഗലശ്ശേരിയിലെ ഓരോരുത്തരോടും. എന്റെ ജീവനും ജീവിതവും തിരിച്ചു തന്നത് നിങ്ങളാ. അത് ഞങ്ങളുടെ കടമയല്ലേ മോനെ. ആ, ഇനി ഒരു ടെൻഷനും വേണ്ട. സേതു എങ്ങനെ ആഗ്രഹിച്ചോ അതുപോലെ സച്ചിയുടെ കല്യാണം നടക്കും. പ്രാർത്ഥിക്കണേ അച്ഛാ. അവിടുത്തെ കുടുംബക്ഷേത്രത്തിൽ എനിക്ക് പൂജകളുമുണ്ട്. എന്താ വേണ്ടതെന്ന് നീ എന്നെ അറിയിച്ചാ മതി. ശരി അച്ഛാ, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വിളിക്കാം.
ആ ശരി മോനെ. മോനെ സച്ചിട്ട ഹോസ്പിറ്റലിൽ ബിൽ പേ ചെയ്തിട്ടുണ്ട്. എല്ലാം പാക്കും ചെയ്തു. മംഗലശ്ശേരിയിലെ അച്ഛനോട് സംസാരിക്കായിരുന്നു നീ വരുന്നുണ്ടോന്നറിയാൻ. വരുമെന്ന് ഞാൻ പറഞ്ഞാണല്ലോ അച്ഛാ. അവന്തികേട്ടത്തി വരില്ലെന്ന് കൂടെ അറിഞ്ഞപ്പോ അച്ഛന് ടെൻഷനായി. എന്തിനാ ടെൻഷൻ? ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഇത് അച്ഛന്റെ പുനർജന്മ മോനെ. നിന്റെ വിവാഹം കാണാനുള്ള ഭാഗ്യമില്ലാതെ മരിക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതി. അങ്ങനെ തന്നെ സംഭവിച്ചെന്നാ ഞാൻ കരുതുന്നത്. അച്ഛാ, പക്ഷെ എന്റെ മോൻ അച്ഛനെ തിരികെ കൊണ്ടുവന്നു. അച്ഛന്റെ ആഗ്രഹം സാധിച്ചു തരാൻ. അച്ഛനു വേണ്ടി ജീവിച്ച ഒരു മകന്റെ കഥ പുരാണത്തിലുണ്ട്. എനിക്കും ദൈവം അങ്ങനെ ഒരു മകനെ തന്നു. അച്ഛാ കരയില്ലേ അച്ഛാ? ഇത് ആനന്ദ കണ്ണീരാ മോനെ. അയ്യോ വേണ്ട അഖിൽ. അച്ഛനുമായിട്ട് സച്ചി ഹോസ്പിറ്റലിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നോണ്ടാ സച്ചിയെ ഏൽപ്പിച്ചത്. ശരി, I'll call you later. നിങ്ങളെപ്പോ എത്തി? ഞങ്ങളിപ്പോ വന്ന് കയറിയതേ ഉള്ളൂ. സച്ചി കൂടെ ഉണ്ടല്ലോ അല്ലേ? പിന്നില്ലേ, എടുത്തി വാ. വീട്ടിൽ തിരിച്ചെത്തിയപ്പോ എന്തൊരു ആശ്വാസം. അവന്തി ഇവിടെ ഇല്ല മോനെ. ഏട്ടത്തി ഇപ്പൊ ഓഫീസിൽ നിന്ന് വന്നതേ ഉള്ളൂ. അച്ഛാ, അവന്തിയെ അച്ഛൻ തിരിച്ചു വന്നു മോളെ. അതിനുവേണ്ടിയല്ലേ അച്ഛാ ഞങ്ങൾ ഈ പ്രാർത്ഥനകളായിട്ട് കഴിഞ്ഞത്. എന്റെ മക്കളെ ഇങ്ങനെ കൺകുളിർക്കെ കാണാൻ ദൈവം ഭാഗ്യം തന്നു. എന്റെ മൂത്ത മകൻ നന്ദൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോവുക. മോള് വിഷമിക്കണ്ട, ഒരു ദിവസം നന്ദൻ വരും. നിങ്ങൾ ഒന്നിക്കുന്ന കാണാനുള്ള ഭാഗ്യവും ഈ അച്ഛനുണ്ടാവും. ദൈവം അതിനൊരവസരം കൂടി എനിക്ക് തന്നിട്ടേ തിരിച്ചു വിളിക്കൂ. അച്ഛൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്ക. യാത്ര കഴിഞ്ഞു വന്നല്ലേ? നീ പോകല്ലേ മോനെ. ഞാൻ അച്ഛന്റെ കൂടെ തന്നെ ഇല്ലേ? അച്ഛാ, കഴിക്കാൻ എന്താ വേണ്ടത്? ഇപ്പൊ ഒന്നും വേണ്ട മോളെ. സച്ചി പറഞ്ഞതുപോലെ അച്ഛൻ കുറച്ചു നേരം കിടക്ക്. സന്ദീപേ, അച്ഛനെ ഒന്ന് സഹായിക്കും. ശരി. സച്ചി ഒന്ന് വന്നേ. അച്ഛൻ വന്നേ. അച്ഛാ, നിങ്ങൾ ഇരിക്കേ. അവനിവിടെ നിൽക്കുമോ മോനെ? ഏട്ടത്തി സംസാരിക്കട്ടെ അച്ഛാ. അച്ഛന്റെ കൂടെ സച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയല്ലേ ഏട്ടത്തി ഹോസ്പിറ്റലിൽ വരാതിരുന്നേ? അവന്തിക നമുക്ക് വേണ്ടി ചെയ്യുന്നതിന് എങ്ങനെയാ മക്കളെ നന്ദി പറയാ? എന്താ എടുത്തി? ഇനി ഇതൊരു കല്യാണ വീടാണെന്ന് സച്ചിക്ക് അറിയാലോ. അച്ഛൻ ഹോസ്പിറ്റലിലായിരുന്നപ്പോ ഉണ്ടായിരുന്നൊരു മൂഡല്ല ഇനി അങ്ങോട്ട്. ഇനി അച്ഛന് നമ്മളാൽ കൊടുക്കാൻ പറ്റുന്ന സന്തോഷം നമ്മൾ കൊടുക്കണം. നിന്റെ ഏട്ടൻ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ തനിച്ച് ഇത്രയും ടെൻഷൻ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. സന്ദീപിന് എന്ത് ചെയ്യാനാവും? കൂടെ കൂട്ടായിട്ട് വരാനല്ലേ കഴിയൂ. ഏട്ടത്തെ ഈ വിഷയത്തിലേക്ക് വരൂ. അതെന്താണെന്ന് നിനക്ക് തന്നെ അറിയില്ലേ? അതല്ലേ നീ ധൃതിപ്പെടുന്നത്? ഇനി കുറച്ചു ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. തിരക്കുകൾ ഏറി വരികയാണ്. നീ ഇവിടെ തന്നെ ഉണ്ടാവണം സച്ചി. ഇതെന്റെ റിക്വസ്റ്റാ. നീ അത് തള്ളിക്കളഞ്ഞിട്ട് പോരുത്. ഞാൻ നിങ്ങൾക്ക് തന്ന വാക്ക് ഏട്ടത്തി മറക്കരുത്. നിങ്ങൾ പറയുന്ന പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടാൻ ഞാൻ ഉണ്ടാവും. അതല്ലാതെ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. ഉണ്ടോ സച്ചി? നോ. ഞാൻ പറയുന്നത് ഏട്ടത്തി കേട്ടാ മതി. അതല്ലാതെ ഏട്ടത്തിയുടെ നിബന്ധനകൾ സാധിച്ചു തരാൻ എനിക്ക് കഴിയില്ല. മുഹൂർത്തത്തിന് നിങ്ങളുടെ ആവശ്യം സാധിച്ചു തരാൻ സച്ചി കതിർമണ്ഡപത്തിലുണ്ടാവും. അതിന് ഞാൻ എവിടുന്ന് വരുന്നു, എങ്ങനെ വരുന്നു എന്നൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. മറ്റൊന്നിനും സച്ചി ആരും പ്രതീക്ഷിക്കേണ്ടതുമില്ല. ഞാൻ പോകുന്നു.